മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ജെറൂസലേമിന്റെ ക്രിസ്തീയ ഭരണാധികാരികൾ അവിടുത്തെ പാട്രിയാർക്കീസ് കത്തെഴുതുകയാണ്. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, ഞങ്ങളുടെ നാട് 1 മാസത്തോളം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധമായ പള്ളി മുസ്ലിമീങ്ങളുടെ അമീർ, മുസ്ലിമീങ്ങളുടെ ഖലീഫ നേരിട്ട് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ മഹാന്റെ കയ്യിൽ ഈ താക്കോൽ ഏൽപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല, ചോരചിന്തലിന്റെ ആവശ്യമില്ല, രക്തക്കളം ഇവിടെ വേണ്ട. സമാധാനപരമായി ഞങ്ങൾ ഈ പള്ളിയുടെ താക്കോൽ ഇസ്ലാമിന്റെ ഖലീഫക്ക് കൈമാറും, നിങ്ങളാർക്കുമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ നിന്ന് ജെറൂസലേമിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. മഹാനവറുകൾക്ക് അവിടെ നിന്ന് കാർ പിടിക്കാൻ പറ്റില്ല, ബസ്സില്ല, ട്രെയിൻ ഇല്ലല്ലോ. ആ കാലഘട്ടം മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് നടന്നു പോകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ ആ കൊച്ചു വേഗതയിൽ ഒട്ടകപ്പുറത്ത് തന്റെ പരിചാരകന്റെ കൂടെ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. ജെറൂസലേമിന്റെ ഭരണം, ബൈത്തുൽ മഖ്ദസിന്റെ ഭരണം അല്ലാഹു നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സമാധാനത്തോടെ അതിന്റെ താക്കോല് വാങ്ങിക്കാൻ ഖലീഫക്ക് എന്താണ് വിരോധം? ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജെറൂസലേമിൽ ന്ന് വന്നത്. ചരിത്രം നിങ്ങൾ കേട്ടതായിരിക്കും. അന്ന് മഹാനവറുകൾ ജെറൂസലേമിലെ ജബൽ സൈത്തൂൻ എന്ന് പറയുന്ന മലയാണ്. ആ മലയുടെ ഇപ്പുറത്തൊരു മലയുണ്ട്, ജബൽ മുക്കബ്ബിർ. അവിടെയാണ് മസ്ജിദ് ഉമർ ഉള്ളത്. അവിടെയാണ് ഈസാ നബി ജനിച്ച പള്ളിയുള്ളത്. മസ്ജിദുൽ വിലാദ എന്ന് പറയുന്ന നാറ്റിവിറ്റി ചർച്ച്, കനീസത്തുൽ വിലാദ, നാറ്റിവിറ്റി ചർച്ച് എന്ന ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം ഒരു ചർച്ചിനകത്താണ്. ആ ചർച്ചും അതിന്റെ ഒരു ഏതാനും മീറ്ററുകൾക്ക് പുറത്തേക്ക് മഹാനായ ഉമർ എന്നവർ നിസ്കരിച്ച പള്ളിയുണ്ട്. അവിടെ മസ്ജിദ് ഉമർ. ആ കുന്നിൻ മുകളിൽ നിന്നാൽ ഒരു താഴ്വരയാണത് കഴിഞ്ഞാൽ അപ്പുറത്ത് കുന്ന് കാണാം. അതാണ് ജബൽ സൈത്തൂൻ, അതാണ് ഒലിവ് മല. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അതിന്റെ മീതെ നിന്നാണ്, അതിന്റെ അരികത്ത് നിന്നാണ് ഈസാ നബിയെ അല്ലാഹു ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയത്. അവിടെ മഹാന്മാരായ സ്വഹാബിമാർ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലാണ് ദാവൂദ് നബി അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്നത്. അവിടെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്നത്. വളരെ മനോഹരമായ ശ്രേഷ്ഠമായ അൽ ബൈത്തുൽ മുഖദ്ദസ്, അല്ലാഹുവിന്റെ ശ്രേഷ്ഠമായ സുലൈമാൻ നബി നിർമ്മിച്ച പള്ളിയാണത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മലയിൽ വന്ന് നിന്ന് അപ്പുറത്തെ മലയിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മസ്ജിദുൽ അഖ്സയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മഹാൻ മദീനയിൽ നിന്ന് യാത്രയായി വന്ന് ആ കുന്നിൻ മുകളിൽ വന്നപ്പോൾ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പർവ്വതത്തെ ജബൽ മുക്കബ്ബിർ എന്നറിയപ്പെടുന്നത്. ആ പർവ്വതത്തിൽ നോക്കിയാൽ മസ്ജിദുൽ അഖ്സയുടെ കുബ്ബ കാണാം, ഒരു ചാര നിറത്തിൽ. ഇപ്പുറത്ത് കാണാം സ്വർണ്ണ നിറമുള്ള ഒരു കുബ്ബ. അതാണ് ഖുബ്ബത്തുസ് സഖറ എന്ന് പറയുന്ന പള്ളി. ആ പള്ളിയുടെ ഉള്ളിലാണ് അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയ പാറയുള്ളത്. അതൊക്കെ ഇന്നും സന്ദർശകർക്ക് ചെന്ന് കാണാൻ കഴിയും. മഹാനായ ഉമർ എന്നവർക്ക് താഴെ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. ഇന്ന് ആ അരുവി ഞങ്ങൾ ചെന്ന് കണ്ടിട്ടില്ല. മുമ്പുണ്ടായിരുന്ന അത്ര അവിടെ അരുവിയുണ്ട്. ആ വെള്ളത്തിലൂടെ ചവിട്ടി വേണം ഉമർ എന്നവർക്ക് ആ അപ്പുറത്തെ കുന്നിലേക്ക് പോകാൻ, ജബൽ സൈത്തൂനിലേക്ക്, ഒലീവ് മലയിലേക്ക്, ഒലീവ് പർവ്വതത്തിലേക്ക് ചെല്ലാൻ. അന്നേരം കാലിൽ ചെളിയുണ്ട്. ആളുകൾ, സ്വഹാബിമാർ, അവിടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ആരൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നറിയുമോ? ക്രിസ്തീയ ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, മസ്ജിദുൽ അഖ്സയുടെ ഭരണം കൈയാളുന്ന ആളുകൾ. അവര് പറയുന്നുണ്ട്, ഖലീഫയെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് സ്വീകരിക്കണം. അമീറുൽ മുഅ്മിനീൻ, കാലിൽ ചെളിയുമായി നിങ്ങൾ ചെന്നാൽ അപമാനമല്ലേ അമീറുൽ മുഅ്മിനീൻ? നിങ്ങളുടെ ദേഹത്തിലുള്ള വസ്ത്രം നോക്കൂ, എത്രയോ തുന്നിപ്പിടിപ്പിച്ച അടയാളമുണ്ട്. നിങ്ങൾ 20 ഭൗതിക രാജ്യങ്ങളുടെ നേതാവാണ്, 20 രാജ്യങ്ങളുടെ പ്രസിഡന്റാണ്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, 20 രാജ്യങ്ങളുടെ ആ ഒരു സ്ഥാനം വഹിക്കുന്ന നിങ്ങൾ ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ടുപോയാൽ മോശമല്ലയോ? ഞങ്ങൾ നിങ്ങൾക്കൊരു ഓവർകോട്ട് കൊണ്ടുവരാം, ആ കോട്ട് ധരിച്ച് നിങ്ങളൊരു നല്ല ലുക്കിൽ വേണം പോകാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ലോക പ്രശസ്തമായ ഒരു വാക്ക് പറഞ്ഞത്.
ആ വാക്ക് ഇന്നും സജീവമായി നമ്മുടെ കിതാബുകളിൽ, നമ്മുടെ ആലിമീങ്ങളുടെ വാക്കുകളിൽ നിലനിൽക്കുന്നു. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, نحن قوم أعزنا الله بالإسلام فمن ابتغى العزة في غيره أذله الله. നമ്മൾ മുസ്ലിമായപ്പോഴാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത്. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നാണ്. നമ്മൾ മുസ്ലിമീങ്ങളായപ്പോഴാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത്. അതുകൊണ്ട് അഭിമാനത്തിന് വേണ്ടി മറ്റേതെങ്കിലും വഴി നോക്കിയാൽ നമുക്ക് നിന്ദയായിരിക്കും അള്ളാഹു നൽകുക. അതുകൊണ്ട് ഉമർ തുന്നിപ്പിടിപ്പിച്ച ഈ വസ്ത്രം തന്നെ കാലിലെ ഈ ചെളിയോടുകൂടെ ആ സമയത്ത് ഉമർ എന്നവരുടെ പരിചാരകന്റെ ഊഴമായിരുന്നു ഒട്ടകപ്പുറത്തിരിക്കാൻ. ഉമർ എന്നവർ ഒട്ടകത്തിന്റെ കയറ് പിടിക്കുന്ന നേരം മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്റെ ഖാദിമിനോട്, തന്റെ പരിചാരകനോട് ഉമർ എന്നവർ പറഞ്ഞിരുന്നു, ഞാൻ 2 മണിക്കൂർ ഇരുന്നാൽ, ഒട്ടകപ്പുറത്തിരുന്നാൽ 2 മണിക്കൂർ നേരം നിങ്ങളാണ് ഒട്ടകത്ത് തെളിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങും, നിങ്ങൾ കയറണം. ഞാൻ ഒട്ടകത്തിന്റെ കയറ് പിടിക്കും. ആര്? ലോകത്തിന്റെ ഖലീഫ, മുസ്ലിം ലോകത്തിന്റെ ഖലീഫ. ആ ഊഴമായി ചെന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ചെല്ലുമ്പോൾ മഹാനായ ഉമർ എന്നവരുടെ ഊഴം ഒട്ടകത്തിന്റെ കയറ് പിടിക്കാനാണ്. അപ്പോഴാണ് സ്വഹാബിമാർ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് എന്നവർ ഇവിടെയുണ്ട്. അവര് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ ഊഴം ഞങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങൾ ഈ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. മസ്ജിദുൽ അഖ്സ എന്ന ജൂതന്മാരുടെ ആസ്ഥാനമായിരുന്ന മൂസ നബി അലൈഹിസ്സലാം താലോലിച്ചു കൊണ്ട് നടന്ന, എന്നാൽ മൂസ നബി അലൈഹിസ്സലാം വരാൻ ആഗ്രഹിച്ച മൂസ നബിക്ക് ജെറൂസലേമിലേക്ക് കടക്കാൻ പറ്റിയില്ല എന്നാണ് ചരിത്രം. മൂസ നബി ലക്ഷ്യമാക്കി പുറപ്പെട്ടത് അങ്ങോട്ടായിരുന്നു. സുലൈമാൻ നബി സ്ഥാപിച്ച പള്ളിയാണത്. ആ പരിശുദ്ധമായ പള്ളിയുടെ എല്ലാ ഉത്തരവാദിത്തവും അതിന്റെ എല്ലാ ഫയലുകളും ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് കൈമാറാൻ പോകുന്ന ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണിത്. അതുകൊണ്ട് ഉമറേ, ഒട്ടകപ്പുറത്ത് ഒരാളെ കണ്ടാൽ അവര് വിചാരിക്കും അയാളാണ് ഖലീഫയെന്ന്, നിങ്ങൾ മീതെ കയറണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല, ഇതെന്റെ പരിചാരകന്റെ ഊഴമാണ്, എന്റെ ഊഴം കഴിഞ്ഞു, ഇനി അവനിരിക്കട്ടെ, ഞാനാണ് ഒട്ടകത്തിന്റെ കയറ് പിടിക്കേണ്ടത്, അങ്ങനെയാണ് ഞാൻ അവരെ ചെന്ന് കാണുക എന്ന് പച്ചയായ മനുഷ്യനായി, പച്ചയായ ഒരു മുസ്ലിമായി, പ്രകടനകളില്ലാതെ, പ്രകടന തൽപരതകളില്ലാതെ, ആളാവണം എന്ന മോഹമില്ലാതെ, എന്തെങ്കിലും വേഷമോ കോലം കെട്ടണം എന്നൊന്നും പാടില്ലാതെ നമുക്ക് വേണ്ട എന്ന് പഠിപ്പിക്കാൻ ഉമർ എന്നവർ ചരിത്രത്തിലെ നിർണായകമായ ഈ മുഹൂർത്തത്തിലെടുത്ത നിലപാടുകൾ, ആ സംഭവമാണ്.